മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ നമ്മുടെ മത്സരം തകൃതയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത മത്സരത്തിൽ വിളിച്ചാലോ? തീർച്ചയായും അടുത്തത്. അപ്പൊ ഒരു അടിപൊളി പാട്ടിനാവട്ടെ നമ്മുടെ അടുത്ത മത്സരം. തീർച്ചയായും. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കീർത്തന. മലയാളികൾക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് മുല്ല എന്ന ചിത്രത്തിലെ ആറുമുഖൻ എന്ന സോങ്ങാണ് ഞാനിന്ന് പാടാൻ പോകുന്നത്. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേജിൽ വെച്ച് കാണാം. ഇതാര് കാവിലെ ഭഗവതിയോ? കൊള്ളാലോ. ഒരു കിരീടം കൂടി വെക്കായിരുന്നു. അത് ഗോൾഡൻ ബാസർ കിട്ടിയാ വെക്കാലോ. അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആറുമുഖൻ. ഓക്കെ, കീർത്തന തകർത്ത് പാടും. ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം
Nice, വെരി nice, ഗുഡ് വെരി nice. ഗുഡ് വെരി ഗുഡ് Very good. വെരി ഗുഡ്. വൺ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നല്ലോ, പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. ആരായിരുന്നു ഈ പാട്ട് സെലക്ട് ചെയ്തത്? സെലക്ട് ചെയ്തത് ഞാൻ തന്നെ. സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു. നന്നായി പാടിയോ? ആ നന്നായി നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ മഞ്ചരി, കീർത്തന അസ്സലായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ആ ഡാൻസേഴ്സും എല്ലാരും കൂടി ഇത് കളറാക്കി ശരിക്കും. എന്താ നാണിക്കുന്നേ ഡീൻ? ഒന്നുമില്ല, നല്ല പേര്. നല്ല പേര്. വേറൊന്നുമില്ല സമൃദ്ധ, ആശ ചേച്ചിയുടെ മകള് കീർത്തന. അപ്പൊ കീർത്തന എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ ഡെയിനങ്ങനെ അങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള എനിക്ക് അങ്ങനെ ആഗ്രഹം. ഒന്നുമില്ല. ഞാനല്ല സംസാരിക്കുന്നത് സമൃദ്ധ, ഈ സോഷ്യൽ മീഡിയ അങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാന്? സോഷ്യൽ മീഡിയ അല്ല, എനിക്ക് മനസ്സിലാകും. അതെ. അങ്ങനെ കീർത്തന അസലായിട്ടുള്ള ഒരു പാട്ട് കൊണ്ടുവന്നു, ജോറായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ശരിക്കും ഓർക്കസ്ട്രയും എല്ലാം നമുക്കൊരു ഒരു ഓളം ഉണ്ടാക്കി ഇവിടെ. നിങ്ങൾക്കൊരു വലിയ കൈഡി. കീർത്തന, ഇതിൽ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കീർത്തനയുടെ വോയിസിൽ നിന്നും കീർത്തന ഒരുപാട് വ്യത്യാസപ്പെടുത്തി പാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മുടെ വോക്കൽ കോഡിനെ നമ്മളുടെ യൂഷ്വൽ ടോണിനേക്കാൾ കൂടുതൽ അതിനെ റഫാക്കി കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി വല്ലാണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ശ്രുതി സ്റ്റേബിൾ ആവുന്നില്ല. അത് മാത്രമേ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഫാസ്റ്റായി പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് വാക്കുകൾ സ്പഷ്ടമാകാമായിരുന്നു എന്നൊരു ഫീലിംഗ്. ചില ഭാഗങ്ങൾ ഇങ്ങനെ ധൃതിയിൽ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അതല്ലാതെ ഈ ഒരു ഡാൻസിന്റെ കൂടെ ഇതൊരു പെർഫോമൻസ് പോലെ നോക്കുമ്പം അടിപൊളിയാണ്. താങ്ക് യു ചേച്ചി. താങ്ക് യു മഞ്ചരി. മതിച്ചേട്ടാ, നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. കുറച്ചും കൂടി അതിൻ്റെ ഒരു പഞ്ച് വേണം എന്ന് എനിക്ക് തോന്നി പാടി. അപ്പോൾ വോയിസ് കുറച്ചും കൂടി ഒന്ന് സ്റ്റഡി ആക്കണം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കീർത്തന കേട്ടോ. ഓക്കെ സർ. വിദ്യാജി തന്നെ ചെയ്ത വേറൊരു പാട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ കീർത്തനയ്ക്ക് വേണ്ടി പാടി. 4 വരി. അതെ, ഓക്കെ. 4 വരി. സമൃദ്ധ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇവരിങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. ശരിക്കും തീർച്ചയായിട്ടും. അത്തിന്തോം തിന്തിയും തൊന്തന തിന്താദീനന്തോം തകതിന്തോം തിന്തിയും തൊന്തന തിന്താദീനന്തോം 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 അത്തിന്തോം തിന്തിയും തൊന്തന തിന്താദീനന്തോം തകതിന്തോം തിന്തിയും തൊന്തന തിന്താദീനന്തോം ആടാத ஜவ்வாது மனம் ஆடிடும் பொம்மி ஆண்டவனை தாலாட்டும் இசை கேளடி பொம்மி என் பாட்டு வந்தாலே மனம் துள்ளிடும் பொம்மி அவன் பாட்டு இல்லாத இடம் எங்கடி பொம்மி முக்கண்ணன் முத்தாக தந்த பாட்டு படிச்சேன் பாட்டிலே பல கோடி நெஞ்ச நானும் பிடிச்சேன் அத்திந்தோம் திந்தியும் தொந்தன திந்தாதீனந்தோம் தகதிந்தோம் திந்தியும் தொந்தன திந்தாதீனந்தோம் அத்திந்தோம் திந்தியும் தொந்தன திந்தாதீனந்தோம் தகதிந்தோம் திந்தியும் தொந்தன திந்தாதீனந்தோம் 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 திந்தாதீனந்தோம். കീർത്തനെ കാണുമ്പോ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സൊക്കെ കാണുമ്പോ പാടാം. കാളി ഭദ്രകാളി കാത്തരുളു ദേവി മായേ മഹാമായേ മാരിയമ്മൻ തായേ കാളി ഭദ്രകാളി കാത്തരുളു ദേവി മായേ മഹാമായേ മാരിയമ്മൻ തായേ അറിയാതടിയങ്ങൾ ചെയ്യും പിഴകളെല്ലാം മറക്കുമാപ്പ് തരൂ മായാ ഭഗവതിയെ അറിയാതടിയങ്ങൾ ചെയ്യും പിഴകളെല്ലാം മറക്കുമാപ്പ് തരൂ മായാ ഭഗവതിയെ നിന്റെ കോവിൽ നട തുറക്കാൻ ഓടി ഓടി വന്നേ നിന്റെ കോവിൽ നട തുറക്കാൻ ഓടി ഓടി വന്നേ താരികനെ നിഗ്രഹിച്ച ദേവതയെ കനിയും കാളി ഭദ്രകാളി കാത്തരുളു ദേവി മായേ മഹാമായേ മാരിയമ്മൻ തായേ മായേ മഹാമായേ മാരിയമ്മൻ തായേ മായേ മഹാമായേ മാരിയമ്മൻ തായേ. ആഹാ, കലകി. അമ്മേ ശരണം. കീർത്തന, അപ്പൊ കീർത്തനയുടെ ലുക്കിനും കിട്ടിയൊരു പാട്ട്. അതെ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ജഡ്ജ്മെന്റ് തുടരാം.
സമൃദ്ധ. കീർത്തന, ഞാൻ ശരിക്കും ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇവിടെ വന്ന് നിന്നപ്പോ ഒരു കുഞ്ഞാള് പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോണ്ടല്ലോ സ്റ്റേജൊക്കെ ഇളക്കി മറിച്ചു. അസലായി പാടി, നല്ല എനർജി ഉണ്ടായിരുന്നു. കൂടെ നിന്ന് കളിച്ച ഡാൻസേഴ്സിനോടും പ്രത്യേകം പറയണം, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സമൃദ്ധ. ആ ചേച്ചി. കീർത്തനക്കുട്ടി, ചേച്ചി ശരിക്കും ഈ ഒരു റൗണ്ടിന്റെ പേര് അടിപൊളി റൗണ്ട് എന്നാണ്. അതെ. കറക്റ്റ് ആപ്റ്റാണ്. ആ ഒരു റൗണ്ടിന് പറ്റിയ പാട്ടാണ് മോള് പാടിയത്. ഈ ഒരു പാട്ടിന്റെ മാത്രം സെലക്ഷൻ കേട്ടോ. പൊതുവേ കീർത്തന ഓരോ റൗണ്ടുകളും സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ വളരെ യുണീക്കാണ്. എനിക്ക് എപ്പോഴും അതിനൊരു കൗതുകം തോന്നിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇതും ഭയങ്കര രസമുണ്ടായിരുന്നു. കറക്റ്റായി പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ്. കീർത്തന, എന്തായാലും നല്ല അഭിപ്രായമാണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മഞ്ജിരി പറഞ്ഞൊരു പോയിന്റാണ് എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെർഫോമൻസ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ ഒരു മത്സരം എന്ന നിലയിൽ അവർക്ക് ജഡ്ജ് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് കുറേ അതിലോട്ട് ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പം അത് നമ്മുടെ റിസൾട്ടിന് ബാധിക്കുമോ അറിയില്ല, നോക്കാം. ഇന്നത്തെ പെർഫോമൻസിൻ്റെ മാർക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ കീർത്തനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്, കീർത്തന യു ആർ I'm sorry, you are safe. Congratulations. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും കീർത്തന സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. Okay. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് സമൃദ്ധയാണ്. അപ്പോ എനിക്കൊരു പാട്ട് വല്ലാതെ എന്നെ പിന്തുടരുന്നുണ്ട്. ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതേതാ? യെസ്, അതേത് പാട്ടാ? അത് ഞാൻ അവിടെ വന്ന് പറയട്ടെ. വരൂ വരൂ പറയൂ. ഏ ജിബ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് വരൂ പ്ലീസ് ചേട്ടാ, ഒന്ന് വരൂ. പുതിയൊരു സംരംഭം, പുതിയ കാര്യങ്ങളൊക്കെ. എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയിട്ടോ ഡേൻ. ഒന്നും പേടിക്കണ്ട, 7 വർഷം മുമ്പ് എന്നെ കണ്ടത് ഓർമ്മയില്ലേ? അതാണ് ഒരു പേടി. മാറ്റമില്ല. അതാണ് പേടി. ഓക്കെ, എനിക്ക് പേടിയിട്ടി. ഒന്നാം കുന്നിയിലൂടിയെത്തി ഒരായിരം വലം വെക്കാം, പൊന്നാം നിന്നെ നിന്നായമായി ഇടവും വെക്കാം. കുന്നിയിലൂടിയെത്തി ഒരായിരം വലം വെക്കാം, പൊന്നാം നിന്നെ നിന്നായമായി ഇടവും വെക്കാം. പാർവതിയായി നീ വരുന്നേരം അവനീ പണ്ടും നിന്നോടായി അത് ശരി. ഇതിലായിരുന്നു ഇവിടെ വന്നത്. ഇതിലാണ് വന്നത്. ഈ പാട്ട് അറിയില്ല, അറിയാം. സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കല്ലേ ഈ പാട്ട്. അതാണ് 20 വർഷം മുമ്പാണ്. അതെ. 2004 ഞാൻ രസികൻ ചെയ്യുന്നത്. അപ്പൊ ഇറങ്ങിയിട്ട് അധികം ശ്രദ്ധിക്കാതെ പോയൊരു പാട്ട് ഇത്രയും വർഷത്തിന് ശേഷം 20 years later ഇപ്പൊ വൈറലായിട്ട് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ചില പാട്ടുകൾ അങ്ങനെയാണ്. അങ്ങനെയാണ്. ശരിക്കും പറയാൻ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് പേര് ലൈക് ചെറിയ കുട്ടികൾ, അന്ന് ആ സിനിമ ഇറങ്ങുമ്പോ അവരൊന്നും ഇല്ല, ജനിച്ചിട്ട് പോലുമില്ല. അതെ. ആ കുട്ടികൾ പോലും ഇപ്പൊ ഈ പാട്ടിന് ഇങ്ങനെ നല്ല രസമല്ലേ ഇത്? നല്ല രസമാണ്. അപ്പം ഡേനതിപ്പോ വീണ്ടും വന്ന് ചെയ്തപ്പോ ഞാൻ ശരിക്കും ഷോക്ക്. എനിവേ താങ്ക് യു. അല്ല, ഈ ഒരു പാട്ട് രസികൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമായിരുന്നു. അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ ഈ പറയുന്ന ആ ഷൂട്ടിംഗ് രംഗങ്ങള്, അല്ലെങ്കിൽ അന്ന് ഈ ഒരു പാട്ട് ഹിറ്റ് ആവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലോ. അപ്പൊ അന്നത്തെ ഹിറ്റിനേക്കാൾ കൂടുതലാണ് ഇപ്പോ. അപ്പൊ ഇപ്പൊ എന്താണ് ഈ പാട്ട് വീണ്ടും വീണ്ടും കാണുമ്പോ ഒരു ഇപ്പൊ കാണുമ്പോ ശരിക്കും ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ 17 വയസ്സാണ് എനിക്ക്. അപ്പൊ ഞാൻ എനിക്ക് ഡാൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പാട്ടിൽ എങ്ങനെ അഭിനയിക്കണമെന്നോ ഒരു ഐഡിയയും ഇല്ല. അപ്പം അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതൊരു സോങ് സീക്വൻസ് ആണ്, ശിവനും പാർവതിയായിട്ട് അഭിനയിക്കണം, സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ആകെ നെർവസ് ആയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദിലീപേട്ടൻ മറ്റേ പാമ്പൊക്കെ വെച്ചിട്ട് നിൽക്കുന്നു. എനിക്കൊരു കോസ്റ്റ്യൂം തന്നു വിടാൻ. ഞാൻ അതിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ പറഞ്ഞു എനിക്കിത് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റൂല. അപ്പോൾ ലാൽ സാറൊക്കെ പറഞ്ഞു ഇല്ല. അപ്പോൾ അന്ന് എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടറാണല്ലോ. അപ്പോൾ എനിക്ക് കരയണോ എനിക്കിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ വെരി സോറി, എനിക്ക് ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് കളിക്കാൻ പറ്റൂല, ഞാൻ കംഫർട്ടബിൾ. പാർവതിയുടെ ഒത്തന്റിക് നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ ഒരു ആക്ട്രസ് ആകുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നമ്മളിവിടെ സമയം പോകുന്നത്. ഞാനിരുന്ന് കരഞ്ഞ് വാശി പിടിച്ച് ഞാൻ കംഫർട്ടബിൾ ആയ ഒരു കോസ്റ്റ്യൂം ഫൈനലി അവരെനിക്ക് തന്നു. എന്നിട്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ
നിലത്ത് ഫുൾ ഐസ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ തൊട്ട് തലേന്നത്തെ ദിവസം എൻ്റെ കാല് മുറിഞ്ഞിട്ട് ഈ ഉപ്പില് കൊണ്ടേ കാല് പൊള്ളിയിട്ടുണ്ടല്ലോ, നല്ല വേദനയാണ്. അപ്പോൾ ഈ വേദനയും വെച്ചുകൊണ്ടാണ് അവിടെ ചിരിച്ചുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്തത്. അപ്പോൾ ഇപ്പം എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ മെമ്മറീസ് ഒക്കെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ സുജാത മാസ്റ്ററാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ഈ ഒരു സോങ്ങിൻ്റെ ചെയ്തത്. ഇത്രയും ഇയേഴ്സ് ലേറ്റർ എല്ലാവരും അത് ഇത്രയും എന്താ പറയുക വൈറലാക്കി തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വേറെ വൈറലാവാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ, കാണാം. ഒന്നാം കുന്നിലൂടിയെത്തി ഒരായിരം വലം വയ്ക്കാം പൊന്നാം നിന്നെ നിന്നായമായി ഇടവും വയ്ക്കാം. ഒന്നാം കുന്നിലൂടിയെത്തി ഒരായിരം വലം വയ്ക്കാം പൊന്നാം നിന്നെ നിന്നായമായി ഇടവും ഇതപ്പോ ഡേൻ ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഇവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇതേപോലെ വൈറലായി വീണ്ടും വീണ്ടും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ മത്സരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യൂ. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്. ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. സാറിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ സാറിൻ്റെ വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മുള്ളുള്ള മുരിക്കിന്മേൽ. ആ പാട്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു വെല്ലുവിളി, ഇത് പാടിയ ആൾ മുമ്പിൽ തന്നെയുണ്ട്. മഞ്ജരി ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്റ്റേജിൽ. ശ്രീകുട്ടി, ഏത് പാട്ടാണ്? വിലാപങ്ങൾക്കപ്പുറം എന്ന ചിത്രത്തിലെ മഞ്ജരി ചേച്ചിക്ക് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് മുള്ളുള്ള മുരിക്കിന്മേൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശ്രീകുട്ടി. ഓൾ ദി ബെസ്റ്റ്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തൊടുത്തൊരു പനിനീരേ പനിനീരേ കാറ്റൊന്നനങ്ങി
ആഹാ സൂപ്പർ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. ശ്രീകുട്ടി, ഗിരീഷ് പുത്തഞ്ചേരി ഈറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. എങ്ങനെ, നന്നായി പാടിയോ? ചോദിക്കാം. എന്തായാലും ഈ പാട്ടിനെ കുറിച്ച് ആദ്യം സംസാരിക്കേണ്ടത് മഞ്ജരി തന്നെയാ. ശ്രീകുട്ടിക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ പാട്ട് ഇതുവരെ ഒരു വേദിയിൽ വേറെ ആരും പാടി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ശ്രീകുട്ടിക്ക് ഒരു താങ്ക് യു. കാരണം ഈ ഒരു പാട്ട് ശ്രീകുട്ടി പാടിയപ്പോഴത്തേക്ക് ഞാൻ ആ ഓർമ്മകളിലേക്കാണ് പോയത്. ഗിരീഷേട്ടൻ ആ പാട്ട് എഴുതുന്നതും പടത്തിന്റെ സിറ്റുവേഷനൊത്ത് ശരിക്കും ഇങ്ങനെ വരികൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഇമോഷണൽ ആവും. അത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നു. എനിക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വരിയാണ്, മൊഞ്ചേറും ചിറകിന്റെ തൂവൽ നുള്ളിയെടുത്തിട്ട് പഞ്ചാര വിഷറി വീശി തണുത്തതാര്. അത്രയും നോവ് കൊടുത്തിട്ട് ഉള്ളൊരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം ഇത് എഴുതി അതിമനോഹരമായിട്ടാണ് എം ജയചന്ദ്രൻ സാർ ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ട് കൂടിയാണിത്. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല മഴ സമയത്ത് തീരെ വയ്യ, കഫ് സിറപ്പൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇത് പാടാൻ. പക്ഷെ അന്ന് തന്നെ അത് റെക്കോർഡ് ചെയ്തു. ഈശ്വരാനുഗ്രഹം കൊണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് പാട്ട് ശ്രീകുട്ടി അസലായിട്ട് പാടി. താങ്ക് യു. ശ്രീകുട്ടിക്ക് എന്താണ് ഉള്ളിലൊരു വിതുമ്പലുള്ള പോലെ എനിക്ക് തോന്നി ഇത് പാടുമ്പോൾ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇപ്പം ഞങ്ങൾ എവിടെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് കേൾക്കും. അപ്പോഴേക്കും പ്രശാന്തേട്ടൻ അറിയാം, അപ്പോൾ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ സൈഡിലോട്ടങ്ങ് ചരിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഫേസ് കൊടുക്കത്തില്ല മാക്സിമം. അപ്പം പ്രശാന്തേട്ടൻ അറിയാം ഞാൻ കരയുമായിരിക്കും. ഇന്ന് പറയുമ്പോഴും കണ്ണ് നിറഞ്ഞോണ്ടിരിക്കുന്നേ. അയ്യോടാ, എനിക്കും ഒരുപാട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പാടി. എന്നാലും സ്ഥലമായിരുന്നു. ഈ ഒരു പാട്ടിന്റെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ വരിയും ഒറ്റ ശ്വാസത്തിൽ പാടുന്നതാണ്. അതാണ് ഇടയിൽ മുറിഞ്ഞു പോയത്. അവിടെ ഇവിടെയൊക്കെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. പക്ഷെ നല്ല ഫീൽ ഉണ്ടായിരുന്നു ശ്രീകുട്ടി. നൈസ് സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ജരി, ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഗിരീഷ് ചേട്ടന്റെ എഴുത്തിനെ പറ്റി സംസാരിച്ചല്ലോ, എഴുത്തൊക്കെ ഓർമ്മ വരുന്നു. ഈ റെക്കോർഡിങ്ങിന്റെ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കറക്ഷൻസോ ഒക്കെ ചെയ്യാറുണ്ടോ സാധാരണ ഗിരീഷ് ചേട്ടൻ? പാഹി പരമ്പൊരുളെ പാടാൻ ചെന്നപ്പോൾ അദ്ദേഹം കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്ര മാഷും ഉണ്ട്, ഗിരീഷ് ചേട്ടനും ഉണ്ട്. രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ, ഒരാളിരുന്ന് വരി പറഞ്ഞു തന്നു. അതൊക്കെ എന്റെ ഒരു ലൈഫിലെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് ലൈൻസ് പറഞ്ഞു തരുന്നു. അപ്പൊ അവര് ഉള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമ്പോഴുള്ളൊരു അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഗിരീഷ് ചേട്ടൻ ഇതുപോലെ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട്. അപ്പൊ അത് ഞാനൊരു 4 ലൈൻസ് പാടാം. ഓക്കെ. घनश्याम 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 राधे पाडुग पावन गानम परिभवरागिल गानम घनश्याम 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 घनश्याम. താങ്ക് യു മഞ്ജരി, താങ്ക് യു. മത്സ്യേട്ടാ, അടിപൊളിയായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല ഫീലിൽ പാടി. ആധികാരികമായിട്ട് പറയേണ്ട ആള് പറഞ്ഞു, കാരണം മഞ്ജരി പാടിയ പാട്ടാണ്. തുടങ്ങിയപ്പോൾ ശ്രുതിയിലേക്ക് വരാൻ ഒരു ചെറിയൊരു പ്രശ്നം വന്നു, പിന്നെ ഓക്കെ ആയി. അതുപോലെ തന്നെ വരഞ്ഞതാരെ സെക്കൻഡ് ടൈം കുറച്ച് പിച്ച് പ്രോബ്ലം വന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയ പ്രശ്നം അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ഒരു 4 വരി. അകലേ അകലേ നീലാകാശം
അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും മേഘതീർത്ഥം അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും മേഘതീർത്ഥം അകലെ അകലെ നീലാകാശം. ശ്രീകുട്ടി അസലായിട്ട് പാടി. ഞാനിങ്ങനെ അതുവരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ആളാ ഈ പാട്ട് വന്നപ്പോഴുണ്ടല്ലോ ശരിക്കും ആ ഫീല് നമുക്ക് ഇവിടെ കിട്ടി. ആ പെയിൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആ പാട്ടിലുള്ളതും ലിറിക്സിലുള്ളതും. ശ്രീകുട്ടി അത് വളരെ ഭംഗിയായിട്ട് പാടി. ആൻഡ് ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ട് ഒപ്പം പാടുന്നുണ്ടായിരുന്നു. ഒപ്പം പാടുന്നുണ്ട് അതേ എക്സ്പ്രഷൻസും ഫീലും ഒക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് കാണാം. അപ്പം എത്രമാത്രം സപ്പോർട്ടീവ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം തോന്നി. വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സമൃദ്ധ. ആശേജി അസാധ്യമായിട്ട് പാടി മോളെ. ഭയങ്കര രസമുള്ള ഗംഭീരമായിട്ടുള്ള വരികൾ, സംഗീതം, മഞ്ജരി പാടിയ പാട്ടാണ്. അത് മോൾക്ക് ഇവിടെ ഒന്ന് പാടാൻ പറ്റി. ഇത്രയും അപ്രീസിയേഷൻ കിട്ടി. എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ജെബി. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ഒക്കെ പറഞ്ഞ മെയിൻ കാര്യം ഈ ഒരു ഒറ്റ ബ്രീത്തിൽ പാടേണ്ട ഇതുകളിലൊക്കെ ബ്രേക്ക് വന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മാർക്കിന് ബാധിച്ചതാണോ? എന്ത് റിസൾട്ട് വന്നാലും കുഴപ്പമില്ല അല്ലേ? ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ശ്രീകുട്ടി യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ശ്രീകുട്ടി എന്തായാലും ഇതാ സേഫ് ആയിട്ടുണ്ട്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. സോഷ്യൽ മീഡിയ കുറച്ച് നാളുകളായിട്ട് ഒരു വലിയ ചർച്ചയിലാണ്. എന്താണ് ആ ചർച്ച? ആ ചർച്ച നിങ്ങൾക്ക് അറിയണോ? അറിയണം. എന്നാ അതാ കാണ്. എന്തെന്നാ പറയാ, ഈശ്വരാ. ഈ നാട്ടുകാരിങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? വരൻ ഈ സൂപ്പർ സ്റ്റാർ. കൊള്ളാലോ. ഇപ്പൊ ആശേച്ചിക്ക് എന്നെ തോന്നാം, അയ്യോ ഇനി തമാശ പറഞ്ഞു ഇനിയിപ്പോ കാര്യാവോ ഇനിയിപ്പൊ അങ്ങനെ അല്ല. പറയട്ടെ, എന്റെ ഉള്ളിൽ കിടന്ന് പടപടയെന്ന് ഇടിക്കുന്നുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ. ഇങ്ങനത്തെ ആലോചനകളൊക്കെ വരുമ്പോ പയ്യനെ പറ്റി അന്വേഷിക്കുക, പയ്യനെ പറ്റി പയ്യനെ അറിയുന്ന ആൾക്കാരെ ഒന്നും അറിയാനില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഇന്ന് സമ്പ്രദായ കൊണ്ടുവന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഓക്കെ, നീ എന്നെ പിടിച്ചു കൊണ്ടുവന്നത്. ആശാശരത്തിന്റെ ഇളയ മകൾക്ക് കല്യാണാലോചന. വരൻ ഈ സൂപ്പർ സ്റ്റാർ. ഏത് സൂപ്പർ സ്റ്റാർ? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ വാക്കാണ് എന്നെ ഇങ്ങനെ അതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഏതായാലും കഴിഞ്ഞു ചേച്ചി. അയ്യോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒന്നും പറയണ്ട സമൃദ്ധ. ഞാൻ അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങ് സമൂഹം, സോഷ്യൽ മീഡിയ അതങ്ങ് എന്നെ ആലോചിച്ചതാ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സാധാരണ അവരുടെ പയ്യന്റെ നാട്ടിൽ പോയൊക്കെ അന്വേഷിക്കണല്ലോ. ആ പയ്യനെ പറ്റി അറിയുന്നവരോട് ചോദിക്കണം. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയില്ല. അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഇതാ തൊട്ടപ്പുറത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് പയ്യനെ നല്ലപോലെ അറിയുന്ന ഒരാളെ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്ത് പറയുന്നു ഈ പയ്യനെ കുറിച്ചിട്ട്? പയ്യൻ നമ്മളെ സ്വന്തം പയ്യനാണ്, ഒന്നും നോക്കാനില്ല. വളരെ നല്ല മനസ്സുള്ള ഒരു പയ്യനാണ്. പക്ഷെ ഈ പണി കുറച്ച് നാളെ തുടങ്ങിയിട്ട്. പക്ഷെ സമൃദ്ധ വേറൊരു പ്രശ്നമുണ്ട്.
ഇതിനിടയിൽ കുറെ അഞ്ജലിമാരെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അറിവിൽ ഡേന് ഇതിനകം വേറെ കുറച്ച് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂല് നിൽക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ഒരു പ്രണയ ഹൃദയമുള്ള ആളാണ്. അത് ധാരാളം വാരി വിതറുന്നുണ്ട്. കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ ആയിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് നമ്മുടെ മത്സരം തുടരാം. അപ്പൊ അടിപൊളി സോങ്സ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി മത്സരിക്കാനായിട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു. നമ്മൾ മലയാളികൾക്ക് എത്ര തവണ കണ്ടാലും മതിവരാത്ത ചിത്രങ്ങളിൽ ഒന്നാണ് ഈ പറക്കുംതളിക. അതുപോലെ തന്നെയാണ് അതിലുള്ള പാട്ടുകളും. അപ്പോൾ ആ ചിത്രത്തിലെ വടികഠാര വെടി എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. അടിച്ചുപൊളിയായിട്ട് തന്നെ പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി സ്റ്റേജിൽ കാണാം. സുന്ദരി അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ആരാ 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 ആലിലയിൽ കിടക്കും ആരാ ചെറിയമ്പുഴു. കലക്ക് ഇത് എന്താണ് ഗെറ്റപ്പ്? അടിപൊളി കോസ്റ്റ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സുന്ദരന്റെ പാസ്പോർട്ട് ഞാൻ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എലിയുടെ അടുത്തൊന്നും കരണ്ട് തിന്നാൻ കൊടുക്കരുത്. ഇല്ല കേട്ടല്ലോ? ഓക്കെ. 3 ഡയലോഗ് പഠിച്ചു വെച്ചിരുന്നു. വേറെ എന്ത് ചോദ്യത്തിലോട്ട് പോയാലും ആ ഡയലോഗ് ഒന്ന് തീർത്തിട്ട് പോയി. അപ്പൊ ഓക്കെ, എന്താണ് ബാഗിലുള്ളത്? ബാഗില് സുന്ദരന്റെ പാസ്പോർട്ടും സാധനങ്ങളൊക്കെ, പിന്നെ പതക്കം എല്ലാം ഉണ്ട്. ഓക്കെ, പതക്കം തൊടാൻ സമ്മതിക്കില്ല ആരെ. ഓക്കെ, ആള് ക്യാരക്ടറല്ല. അപ്പൊ അങ്ങ് ജീവിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഉണ്ണിക്കുട്ടാ. താങ്ക് യു സർ. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കൊടു ശകടമാണ് ശനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കൊടു ശകടമാണ് ശനി ശരണമാരു ശിവനെ. മോന്തായം മഴച്ചാറ്റലേറ്റാലും കടൽ കാറ്റു കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല പാരപരാക്രമ വീര്യമോടെ വരവായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ. കടുകഠോര കൊടു ശകടമാണു ശനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക.
ഉണ്ണിയേട്ടൻ അങ്ങനെ അടിപൊളി സോങ് റൗണ്ടിൽ അങ്ങ് അടിച്ച് പൊളിച്ച് നേടിയിരിക്കുന്നു ഗോൾഡൻ ബസർ. കലക്കി ആ വേഷമൊക്കെ ഇട്ട് വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചു എന്തായാലും കാണാനുള്ള ഒരു കാഴ്ച ഉണ്ടാവുമെന്ന്. അത് കാണിച്ചു തന്നിരിക്കുന്നു. കലക്കി. ഇളങ്കാറ്റിന്ന് തുടങ്ങണോ? ഏതായാലും ഇന്നും മൊത്തത്തില് ഇളങ്കാറ്റായിരിക്കും അല്ലേ? നമുക്ക് സമൃദ്ധയിൽ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ, സമൃദ്ധ. ശ്രുതിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് ഇന്ന് പൊളിക്കാൻ പോവാണെന്ന്. കാരണം നല്ല കോൺഫിഡൻ്റ് ആയി ആ മുണ്ട കൊടുത്ത് ഞാൻ ആക്ച്വലി ഒരു സാധനം എക്സ്പെക്ട് ചെയ്തത് ഇതിനിടയിൽ എവിടെയെങ്കിലും അതൊന്ന് മടക്കി കുത്തുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പം സോങ് സെലക്ഷൻ ആയാലും ഈ ഒരു അടിപൊളി റൗണ്ട് എന്നുള്ള ഒരു പെർഫോമൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ശ്രുതി, എന്തോ ഒന്നും പറയാനില്ല ശ്രുതി, ഗംഭീര പെർഫോമൻസ് കേട്ടോ. ഈ പാട്ട് സെലക്ട് ചെയ്തതിലും ഈ പാട്ട് പാടിയതിലും ഗോൾഡൻ ബസർ അടിച്ചതിലും കൺഗ്രാറ്റുലേഷൻ. കേട്ടോ, സൂപ്പർ ശ്രുതി. താങ്ക് യു ചേച്ചി. മത്സേട്ടാ അസലായിരുന്നു, ഉഗ്രനായിട്ട് പാടി. വളരെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. വളരെ ഹാപ്പിയാണ് ഞങ്ങള്. ആ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഡെയിനെയും പ്രേക്ഷകരെയും ശ്രുതിയെയും ഒക്കെ അറിയിക്കണം എന്നൊരു ആഗ്രഹം. അത് നാലുപേര് പാട്ടിലൂടെ. അതെ. അപ്പോ മഞ്ചേരിയുടെ കൊടുങ്കാറ്റ് അടിച്ചിട്ട് പാട്ടിലോട്ട് കിടക്കണോ അതോ കഴിഞ്ഞിട്ട്? കൊടുങ്കാറ്റൊന്നുമില്ല, ഇളങ്കാറ്റാണ്. എന്നാ ഒന്ന് ഇളങ്കാറ്റ് വീശിയാട്ടെ. ശ്രുതി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പടാണിത്. എപ്പോ ഇരുന്ന് കണ്ടാലും ചിരിച്ച് മരിക്കുന്ന ഒരു പടം. ഇതിലെ ഈ പാട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ആ ബസ്സാണ് ഇതിന്റെ ശരിക്കുമുള്ള താരം. അപ്പൊ ആ ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിനെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റും എന്നുള്ളത് ഗിരീഷ് ഏട്ടന്റെ ഒരു ജീനിയസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലേക്ക് പോയത്. പാട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ദിലീപ് ഏട്ടൻ അതിൽ ഡ്രസ് ചെയ്തതുപോലെ തന്നെയൊക്കെ ഡ്രസ് ചെയ്ത് വന്ന് ഈ ഒരു പാട്ടിനോട് എനിക്ക് തോന്നുന്നു 100% ഒരു നീതി പുലർത്തി ആസ് എ ക്യാരക്ടർ. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം വെറുതെ കോലം തുള്ളും വഴിയിൽ ചേക്കയുണരും വാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുരുങ്ങുമെൻ കൂവാനം നനങ്ങുമ്പോൾ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. ശ്രുതി, അപ്പൊ എന്തായാലും നന്നായി പെർഫോം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡൻ ബസ്റ്റർ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് അറിയാനായിട്ട് കുറച്ച് നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മുടെ അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ സമയത്തൊക്കെ ഗോൾഡൻ ബസ്റ്റർ കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രിയപ്പെട്ട ജഡ്ജസ്, നിങ്ങളോട് എല്ലാവരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ട്. എന്തായിരുന്നു? അടുത്ത മത്സരാർത്ഥിയുടെ മത്സരത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ മത്സരം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ എന്തായാലും ലാസ്റ്റ് മത്സരാർത്ഥിയാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കഴിഞ്ഞ റൗണ്ടിൽ അടിപൊളി സോങ് ഒക്കെ ആയിരുന്നു. അപ്പോ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി നല്ല വരികളൊക്കെ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയുടെ മത്സരിക്കാനായിട്ട് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഇത്തവണ ഞാൻ പാടാൻ പോകുന്നത് ഇത്തിരി സങ്കടം നിറഞ്ഞ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ ഒരേ കടൽ എന്ന മൂവിയിലെ യമുന വെറുതെ പാടുന്നു എന്ന് പറയുന്ന സോങ്ങാണ് പാടാൻ പോകുന്നത്. ഗിരീഷ് ഏട്ടൻ എൻ്റെ നാട്ടുകാരനും കൂടെയാണ്. അപ്പോൾ ഈ പാട്ട് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ഐശ്വര്യവതിയായിട്ടാണല്ലോ ഒന്നത്തെ വരവ്. അതെ, ഞാൻ സൗന്ദര്യത്തിനെ പറ്റി അധികം സംസാരിക്കുന്നില്ല, തെറ്റിപ്പോണ്ട. എന്തായാലും മറ്റൊരു വേഷപ്പകർച്ചയിലാണ് നമ്മുടെ ആതിര എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ കണ്ട് ശീലമില്ലാത്തൊരു രൂപം അല്ലേ? അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഐശ്വര്യം, കാണാൻ നന്നായിട്ടുണ്ട്. നല്ല സാരി. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ ഒരേ കടൽ എന്ന മൂവിയിലെ യമുന വെറുതെ എന്ന് പിടിച്ചിരിക്കുന്നതാ പാട്ട് അതാണ്. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആതിര. താങ്ക് യു സർ. യാദവം ഹരിമാധവം
നൈസ് ആതിര. വെരി ഗുഡ് ആതിര. സൂപ്പർ സൂപ്പർ. ആതിര, ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെ, നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആയിരുന്നോ? അതെ. ആയിരുന്നു, ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതെ. ഓക്കെ, അപ്പൊ ആ ഫീലോട് കൂടി പാടാൻ പറ്റിയെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി. ആതിര ചേച്ചി, എന്റെ സംഗതി പ്രാണി, നന്നായി പാടി. താങ്ക് യു ചേച്ചി. ആതിര പാടിയതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ടെമ്പോ കുറച്ചിങ്ങനെ വലിഞ്ഞു പോകുന്ന മാതിരി തോന്നി. അതാ ബ്രെത്ത് കിട്ടാണ്ട് ചില സ്ഥലങ്ങളൊക്കെ ശ്വാസം എടുക്കുന്നു, അത് താളത്തിൽ വരുന്നില്ല പാടുന്നത്, ചിലത് അങ്ങോട്ട് ഒന്ന് സ്ലിപ്പായി പോകുന്നു. അതൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് നല്ല സെലക്ഷൻ, നന്നായി പാടി ആതിര, പേടിക്കൊന്നും വേണ്ട, അസലായിരുന്നു. ഈ ഒരു കാര്യം മാത്രം ടെമ്പോ ഒന്ന് ലാഗായ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതൊന്ന് ശരിയാക്കണം. ഓക്കെ, താങ്ക് യു മഞ്ജരി. മതിച്ചേട്ടാ. ആതിര സർ, നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ് സെലക്ഷൻ. താങ്ക് യു സർ. പാടിയതിൽ നല്ല ഭാവം ഉണ്ടായിരുന്നു, നന്നായിട്ട് ഫീൽ ചെയ്ത് തന്നെയാണ് പാടിയത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ശുഭബന്ധുരാളി രാഗത്തിലാണ് ഔസേപ്പേട്ടൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിരീഷ് ചേട്ടൻ്റെ എല്ലാ പാട്ടിലും നല്ല ഉഗ്രം വരികളാണ് ഇതിൽ. ഇഷ്ടംപോലെ പാട്ടുകൾ ശുഭബന്ധുരാളി ചെയ്തിട്ടുണ്ട്. മൗനമേ ആ പാട്ടുണ്ട്. രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ. പിന്നെ ഒരു ലളിതഗാനമുണ്ട്, ആലപ്പിരംഗ മാഷ് ചെയ്ത് ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്. ഹേ രാമ രഘുരാമ ഹേ രാമ രഘുരാമ രാമ. അടവിയിൽ നിന്നെ അനുയാത്ര ചെയ്തവൾ മനസ്വിനി മൈഥിലിയെവിടെ. ഹേ രാമ രഘുരാമ ഹേ രാമ രഘുരാമ രാമ. അടവിയിൽ തന്നെ അവളെ വെടിഞ്ഞ നിൻ മനസ്സൊരു വനശിലയല്ലേ. രാമ രഘുരാമ രാമ. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഇന്ന് പാടിയതിൽ. എടുത്തു പറയേണ്ട കാര്യം നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അപ്പോൾ ചെറിയ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മതിച്ചേട്ടാ. സമൃദ്ധ. ആതിര, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയും പാട്ടും ആണ്. ഈ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലിങ്ങനെ ലയിച്ചു പോയി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. എക്സലന്റ്, എനിക്കൊന്നും പറയാനില്ല. പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു സമൃദ്ധ. താങ്ക് യു. ആശേച്ചി. അതിമനോഹരമായിരുന്നു. പലപ്പോഴും നമുക്ക് കണ്ണുകളും മനസ്സും ഒക്കെ നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഭാവമായിരുന്നു മോളുടെ ഓരോ വരികൾക്കും എനിക്ക് തോന്നിയത്. എന്ത് രസമുള്ള സിനിമയാണ്. ശ്യാം സാറിൻ്റെ ഒരുപാട് സിനിമകൾ നമുക്കുണ്ടെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അതിന് നല്ല രസമായിട്ട് പാടി. ഈ ഒരു ലുക്ക് വൈസ് ഒരു പാവമായിട്ട് വന്ന് നിന്ന് പാടുമ്പോൾ നമുക്ക് ഒരു അയ്യോടാന്ന് തോന്നുന്ന ഒരു ലുക്കിലാണ് മോള് പാടിയത്. പക്ഷേ ആ ഫീല് മുഴുവൻ ഞങ്ങളിലേക്ക് ആവാഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പ്രേക്ഷകരിലേക്കും ഞങ്ങളിലേക്കും ഒക്കെ ആ ഫീൽ ഇങ്ങനെ ചേർന്നു, ഇഴുകി ചേർന്നു എന്ന് പറയാം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ആതിര, എന്ത് തോന്നുന്നു ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട്? പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പക്ഷെ പ്രശ്നങ്ങളൊക്കെ അവര് പറഞ്ഞു. നമ്മുടെ രണ്ട് ജഡ്ജസ് ചില കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ എടുത്തു പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുമോ? അറിയില്ല, നോക്കാം. നമ്മൾ ഡേഞ്ചർ സോണിലോട്ടോ ആണോ ചായ വന്നിരിക്കുന്നത്, അതോ സേഫ് സോണിലോട്ടാണോ? സേഫ് ആയിരിക്കും. ഉറപ്പാണോ? എന്നെ കണ്ണിൽ നിന്നത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഊവോ? അങ്ങനെ നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒരാളുടെ കണ്ണി നോക്കിയിട്ടാണോ ഞാൻ സേഫ് ആണെന്ന് പറയുന്നത്? സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴാണോ? നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ മതി, റിസൾട്ട് പറയേണ്ടത് എൻ്റെ ഇതാണല്ലോ. അതില ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്.
എന്റെ കണ്ണിൽ നോക്കി സേഫ് ആണെന്നാണ് ആതിര നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്. ഡേഞ്ചർ സോൺ. എന്റെ മുഖത്ത് നോക്കി പറയൂ. ഡേഞ്ചർ സോണാണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താണ്? ഇങ്ങനെ സീരിയസ് ആയിട്ട് നിന്ന് എങ്ങനെ പറയും? അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡേഞ്ചർ സോൺ ആയിരിക്കും. ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. കുറച്ച് സന്തോഷമായില്ലേ? ഇവിടെ വരെ എത്തി. ഇനി ദേഹത്ത് തട്ടിയാ മതി. ഇത് ഉടൻ തന്നെ സംഭവിക്കുന്നതായിരിക്കും. താമസമില്ല. അതെ, അധികം താമസമില്ല. ഇത് തീരണ ദിവസമായിരിക്കും. അതെ, തീരുന്നവരെ ഇവര് കാത്തിരിക്കും. തീരുന്ന ദിവസം ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് കുനിച്ച് നിർത്തിയിട്ട് അവതാരകൻ ഡെയിൻ ആശുപത്രിയിൽ. അയ്യോ മജടാ, ഇനിയൊരു ന്യൂസ് താകാനുള്ള ശേഷി എന്റെ ശരീരത്തിലില്ല. അല്ല അവതാരകൻ ഡേനല്ല, സൂപ്പർ സ്റ്റാർ ഡേൻ. സൂപ്പർ സ്റ്റാർ ഡെയിൻ ആശുപത്രിയിൽ. കാരണം എന്താ, മ്യൂസിക്കൽ വൈഫിലെ കണ്ടസ്റ്റൻസ് ഓരോന്നോരോന്നായി ഇടിച്ച് ചതച്ച ആശുപത്രി. എന്തായാലും അങ്ങനെ ഒരു വിധി വരില്ലായിരിക്കും അല്ലേ? എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ശരി, അപ്പൊ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ മത്സരങ്ങൾ ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജഡ്ജസ്, നമ്മുടെ 9 മ്യൂസിക്കൽ വൈഫ്സിന്റെ തകർപ്പൻ പെർഫോമൻസിൽ കഴിഞ്ഞിരിക്കുകയാണ്. അവരിൽ 2 പേർ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങിലോട്ട് കടക്കുകയാണ്. ഇനി എലിമിനേഷൻ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 13ാം ആഴ്ചയിലെ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 9 മ്യൂസിക്കൽ വൈഫ് ഇന്ന് മത്സരിച്ചു. അവരിൽ 2 പേരാണ് എലിമിനേഷനിൽ എത്തിയിട്ടുള്ളത്. ആ 2 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആതിര രജേഷ്, ഒപ്പം ആതിര വിജയ്. എന്താണ് കൈകൾ തമ്മിൽ കോർത്തിണക്കിയാണ് വന്നിരിക്കുന്നത്. 3 ആതിരമാരിൽ 2 ആതിരമാരാണ്. അപ്പൊ ആ കൂട്ടത്തിൽ 2 ആതിരമാരാണ്. അപ്പൊ ഈ 2 ആതിരമാരെയും ഈ വേദിയിൽ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു 2 പേരും കൈകളൊക്കെ കോർത്തുപിടിച്ച് അത് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ആ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശക്തി പകരാണോ? അതെ. നമ്മളോട് പറയാണ്, ഞങ്ങൾ തമ്മിൽ മത്സരം ഒന്നില്ല, ഇവിടത്തെ നിലനിൽപ്പാണ് ഞങ്ങൾക്ക് മുഖ്യം. അതാണ് അങ്ങനെ പറഞ്ഞോ? രണ്ടുപേർക്ക് നന്നായി പാടാൻ പറ്റട്ടെ. ഓക്കെ, അതൊക്കെ. പക്ഷെ മത്സരം വേണം. അപ്പൊ എന്തായാലും 2 പേരും അവർക്ക് പാടാനുള്ള പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആരാണ് നിങ്ങളിൽ ആദ്യം പാടാൻ പോകുന്നത്? നമുക്ക് സമൃദ്ധയ്ക്ക് വിട്ടുകൊടുത്താലോ? സമൃദ്ധ പറയട്ടെ. ഇത് ആതിര 1, ഇത് ആതിര 2. ഓക്കെ, അപ്പോ ആദ്യം ആതിര 1 പാടട്ടെ. ആതിര 1 പാടട്ടെ. അപ്പൊ ആതിര വിജയ്. അപ്പൊ എന്തായാലും ആദ്യത്തെ നടക്ക് വീണിരിക്കുന്നത് ആതിരയ്ക്കാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് 2 പേർക്കും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു. കഞ്ചപാടന്റെ കളിത്തോഴിയാമൊരു കസ്തൂരി മാനിനെ കണ്ടു. കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിരുന്നു. സൂപ്പർ. ഇനി അടുത്ത ആള് വരട്ടെ. ആലാപനം തേടും തായ് മനം, ആലാപനം തേടും തായ് മനം, വാരിളം പൂവേ ആരിരം പാടാ, താരിളം തേനേ ആരിരോ ആരോ, ആലാപനം തേടും തായ് മനം. നീറി നീറി നെഞ്ചകം പാടും രാഗം താനം പല്ലവി, സാധകം മറന്നതിൽ തേടും മുഖം നീലാംബരി, വീണയിൽ ഇഴപഴകിയ വേളയിൽ ഓമനേ അതിശയ സ്വരബിന്ദുവാ, ഇന്നും നിന്നെ മീട്ടാൻ താനേറ്റു പാടാൻ, ഇന്നും നിന്നെ മീട്ടാൻ താനേറ്റു പാടാൻ. ഓ ശ്രുതിയിടുമൊരു പെൺമനം, ആലാപനം തേടും തായ് മനം, വാരിളം പൂവേ ആരിരം പാടാ, താരിളം തേനേ ആരിരോ ആരോ, ആലാപനം തേടും തായ് മനം. ഓക്കെ വെരി ഗുഡ് Nice, വെരി nice. ഗുഡ് വെരി Good, ഗുഡ്. good. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഇന്നത്തെ എലിമിനേഷൻ റൗണ്ടിലെ നമ്മുടെ പെർഫോമൻസിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എലിമിനേഷനിൽ എത്തിയ 2 മ്യൂസിക്കൽ വൈഫ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആതിര രജേഷ് ഒപ്പം ആതിര വിജയ്. പാടാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളെ വേർപിരിച്ചില്ല, പക്ഷെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ റിസൾട്ട് പറഞ്ഞതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും 2 സൈഡിൽ നിന്ന് റിസൾട്ട് അറിയുന്നല്ലേ നല്ലത്. അപ്പോൾ ആതിര രജീഷ്, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എലിമിനേഷനിൽ എത്തുന്നത്? 4ാമത്തെ പ്രാവശ്യം. ഇവിടെയോ? സെയിം. 4 തുല്യ ശക്തികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും 4 പ്രാവശ്യം വീതം വന്നിട്ടുണ്ട് എലിമിനേഷനിൽ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പും വന്നപ്പോഴൊക്കെ സേഫായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ പ്രാവശ്യവും സേഫായി നമ്മുടെ കൂടെ ഇനിയുള്ള യാത്രയിൽ കൂടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കുകളൊക്കെ ഇട്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഒരാളാണോ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകുന്നത്, അതോ രണ്ടുപേരും ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകുമോ, അതോ രണ്ടുപേരും ഇവിടെ സേഫ് ആകുമോ? എന്തായാലും ഒരു നല്ല വാർത്തയാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം ഇന്ന് സമൃദ്ധ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഒരാൾ ഇവിടെ നിന്ന് വിട പറയുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോ അത് ഇവരുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. എന്തായാലും ഞാനും ഇവരെ പോലെ പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തുടരണം എന്നാണ്. പക്ഷെ നിങ്ങളോട് രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇനി ഫിനാലയിലോട്ട് ഇനി അധികം നാളുകളില്ല, ഒരു കയ്യെത്തും ദൂരത്താണ്. കുറച്ച് വീക്കുകൾ കഴിഞ്ഞാൽ ഫിനാലെയാണ്. അപ്പോ ഈ ഒരു വീക്കിൽ നമ്മൾ പുറത്താകേണ്ടി വന്നാൽ ഇതുവരെ എത്തിയതിന്റെ സന്തോഷമാണോ കൂടുതലുണ്ടാകുക, അതോ ഫിനാലിക്ക് തൊട്ട് മുമ്പ് നമ്മൾ പുറത്തായല്ലോ എന്ന ദുഃഖമാണോ കൂടുതലുണ്ടാകുക? അങ്ങനെയില്ല, രണ്ടും ഒരുപോലെ അയ്യോ,
ആദ്യത്തെ സമയത്തൊക്കെ ഡേഞ്ചർ സോണിൽ വരുമ്പോ വിഷമമുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ശീലമായി അല്ല പിന്നെ അതിൽ നിന്ന് കേറി വന്നതായിരുന്നു. അപ്പൊ ഇന്ന് ഡേഞ്ചർ സോണിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മളിവിടെ എത്തി. ആതിരയ്ക്ക് എങ്ങനെയാണ്? അതായത് ഇതുവരെയുള്ള യാത്രയിൽ പൂർണ്ണമായും സംതൃപ്തിയാണ്. ഇന്നിപ്പം എൻ്റെ ഹെൽത്ത് കാരണമാണ് എനിക്കിവിടെ നിൽക്കേണ്ടി വന്നത്. ഞാനും 4ാമത്തെ എലിമിനേഷൻ സ്റ്റേജാണ്. പിന്നെ ഫിനാലയിൽ എത്തണമെന്ന് എല്ലാവരെയും പോലെ തന്നെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം ഇവിടെ വെച്ച് പോവേണ്ടി വന്നാലും ഞാനും അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുള്ളൂ. കാരണം നമുക്ക് കിട്ടിയൊരു ബോണസാണ് ഈ ഷോ എന്ന് പറയുന്നത്. ഒരിക്കലും ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയതും അതിൻ്റെ ചാപ്റ്റർ 1 സെക്കൻഡ് ആവാൻ പറ്റിയതും പിന്നെ മെഗാ ഫിനാലെ വന്നതും ഒക്കെ കൂടുതൽ ബോണസുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഔട്ടാവേണ്ടി വന്നാലും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. അതായത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുന്നത് എന്ത് റിസൾട്ടും നേരിടാൻ തയ്യാറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസിന് നമ്മുടെ ഈ ഒരു റിസൾട്ടിനെ ബാധിക്കാത്ത ഒരു വോട്ടിംഗ് കൂടെ നടക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള വോട്ടിംഗ്. അപ്പോൾ ആ വോട്ടുകൾ എത്ര വീതം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പോൾ ആതിര വിജയനും ആതിര രജീഷിനും നിങ്ങൾ വോട്ടുകളൊക്കെ രേഖപ്പെടുത്തിയോ? അപ്പോൾ ആതിര രജീഷിന് വേണ്ടി എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട്? ശ്രീകുട്ടി, നിഖില, ശ്രുതി, ജോയ്സ്. 4 വോട്ടുകളാണ് ആതിരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആതിരയ്ക്ക് എത്ര വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്? 3 വോട്ടുകളാണ്. ശ്രീഷ്മ, കീർത്തന, ആതിര. ഇപ്പോൾ 3 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വോട്ടുകളൊന്നും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല, നമ്മൾ അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 വോട്ടുകളാണ് ആതിരയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു വോട്ടിൻ്റെ ചെറിയൊരു മിസ്സിങ്. ആതിര വിജയൻ, ആതിര രജീഷ്, നിങ്ങൾ രണ്ടുപേരുടെയും ഈ എലിമിനേഷൻ സ്റ്റേജിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസുകളൊക്കെ മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്, ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? ആതിര വിജയൻ റിസൾട്ട് പറയട്ടെ. എനിക്ക് തോന്നുന്നു ആതിര ചാപ്റ്റർ 1 മുതൽ നമ്മുടെ കൂടെയുള്ള ആളാണ്. അപ്പോൾ തുടക്കം ആതിരയിൽ നിന്നായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഷോ അവസാനിക്കാറാവുമ്പോഴും ആതിര ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആതിരയുടെ ഇവിടുത്തെ നിലനിൽപ്പ് സേഫാണോ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. അതുകൊണ്ട് ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത്, പക്ഷേ ആതിരയുടെ റിസൾട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ഈ ആതിരയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് പറയാം. ആതിര രജീഷ്, എന്താണ് പ്രതീക്ഷ? ആഗ്രഹം സേഫ് ആണെന്നാണ്. അങ്ങനെ പറയാൻ പറ്റുന്നില്ല, കാരണം ഫൈനലിന് അടുത്തല്ലോ. എനിക്ക് തോന്നുന്നു നിഖില കഴിഞ്ഞ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്. ഈ പ്രാവശ്യം ഗോൾഡൻ ബസറൊക്കെ നേടിയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും നമുക്ക് മുൻപോട്ട് കയറിപ്പോയി കൊണ്ടേയിരിക്കാം അല്ലേ ആതിര? അപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ നല്ല വിഷമമാകും എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ടുപേരിൽ ആരിവിടെ സേഫ് ആകും, ആരിവിടെ നിന്ന് എലിമിനേറ്റ് ആകുമെന്ന് ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാർഡിലുണ്ട്. ചിലപ്പോൾ 2 പേരും സേഫ് ആകാം, ചിലപ്പോൾ 2 പേരും എലിമിനേറ്റ് ആകാം, അല്ലെങ്കിൽ ഒരാൾ സേഫ്, ഒരാൾ എലിമിനേറ്റ്. എന്താണെങ്കിലും റിസൾട്ട് നമുക്കിപ്പോൾ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇനി നമ്മൾ റിസൾട്ടിലോട്ട് കടക്കുവാണ്. പറയട്ടെ? ആതിര, ഞാൻ റിസൾട്ട് പറയാണ്. ആതിര, നമുക്കറിയാം ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ എലിമിനേഷൻ സമയത്ത് നമ്മുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അറിയില്ല. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അല്ലേ? ഹസ്ബൻഡും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. ഓഫീസിൽ എനിക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്, പാട്ട് പാടുന്ന ഫ്രണ്ട്സാണ്. അപ്പം അവര് ഞാൻ ഓരോ പാട്ട് പാടാൻ കയറുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ
എന്താണ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒപ്പം തന്നെ അവരുടെയും ഒക്കെ സപ്പോർട്ടിലാണ് ഞാൻ ഓരോ പാട്ടും സ്റ്റേജിൽ കയറി ആതിര ഇപ്പൊ ഇവിടെ നിന്ന് പുറത്താവുകയാണെങ്കിൽ എന്താണ് അവരോട് എല്ലാവരോടും പറയാനുള്ളത്? അങ്ങനെ ഒരു നന്ദിയിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റിയ അവരെൻ്റെ ആൾക്കാരാണ്, എൻ്റെ കൂടപ്പറപ്പുകളെ പോലെയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് തോറ്റിട്ട് പോകുന്നത് അല്ലല്ലോ, ഞാൻ മുന്നോട്ട് വിജയിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ പറയാനൊന്നുമില്ല. ആതിര രജീഷ്, സ്കൂളിലെ കുട്ടികളൊക്കെ ടീച്ചർ കപ്പുമായി വരുന്നത് സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കുമോ? കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്താവുകയാണെങ്കിൽ അവരോട് എല്ലാവരോടും, നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ കൂടെ നിന്ന ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ നിന്നവരോടൊക്കെ കോമൺ ആയിട്ട് എന്താണ് പറയാനുള്ളത്? സീസൺ 5 തന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു വേദി. അതിനുശേഷം മെഗാ ഫിനാലെ എന്ന് വന്നപ്പോഴും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആദ്യ സമയത്ത് ഡേഞ്ചറസ് സോണിൽ വന്നപ്പോൾ വിഷമമായിരുന്നു. കാരണം കുറച്ചും കൂടെ നല്ല പാട്ടുകൾ കുറച്ചും കൂടെ പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഫൈനൽ വരെ എത്തണമെന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി നന്നായിട്ട് കുറച്ച് പാട്ടുകൾ പാടണം എന്ന ആയിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് ഒരുപാട് ഈ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നന്ദി തന്നെയാണ് പറയാനുള്ളത്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 13ാം വീക്കിലെ എലിമിനേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ആതിര രജേഷ്, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും നമ്മളിതാ അടുത്ത റൗണ്ടിലോട്ട് സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ 4 പ്രാവശ്യം നമ്മൾ എലിമിനേഷനിൽ എത്തി എന്നുള്ളത് നേരത്തെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഇനി ഡേഞ്ചർ സോണിൽ കാണരുത്, ഇനി നേരെ ഫിനാലെ. ഓക്കെ, അപ്പൊ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് നമുക്ക് ആ ഫിനാലിലോട്ട് എത്താനായിട്ട്. അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിൽ തന്നെ ഇവിടെ നടത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിര, ഇപ്പൊ ഞാൻ ഒരാളുടെ റിസൾട്ട് പറഞ്ഞു. അപ്പോ എന്താണ് തോന്നുന്നത്? പ്രശ്നമായിരിക്കോ നമ്മുടെ കാര്യം? ഞാൻ ആദ്യം ആതിര വിജയന്റെ റിസൾട്ട് പറയാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അവസാനം പറയണം എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അതുകൊണ്ട് ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആതിര നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളതായിരിക്കണേ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും ആതിര കൺഗ്രാറ്റുലേഷൻ, നമ്മൾ സേഫ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ആതിരോട് പറഞ്ഞതുപോലെ തന്നെ ഇനി ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന ഏരിയയിലേക്ക് കാണരുത്. കാരണം നമുക്ക് ഇനി ഏതാനും എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. ഇനി ഫിനാലിലേക്ക് ഇതാ കയ്യെത്ത് ദൂരത്താണ്. അപ്പൊ ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനിയുള്ള റൗണ്ടുകളൊക്കെ ക്രൂഷ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും നിങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ എലിമിനേഷൻ ദാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 2 മ്യൂസിക്കൽ വൈസും സേഫ് ആയതാ ബാക്കി മത്സരാർത്ഥികളുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഈ 9 മ്യൂസിക്കൽ വൈസും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോ ഈ ഒരു വാശിയും ഈ ഒരു പോരാട്ടവും അടുത്ത വീക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ജഡ്ജസ്, അങ്ങനെ നമ്മുടെ മത്സരം കഴിഞ്ഞു, എലിമിനേഷൻ കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ചടങ്ങുണ്ട്. ചെറിയ ചടങ്ങല്ല, ഒരു വലിയ ചടങ്ങ്. സമൃദ്ധയ്ക്ക് എന്താണെന്നറിയോ? ഓരോ വീക്കിലും നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് ഇവർ ഗോൾഡൻ ബസർ കൊടുക്കും. ആ ഗോൾഡൻ ബസർ കൊടുത്തവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർക്ക് നമ്മൾ ഗോൾഡൻ ചെയർ കൊടുക്കും. അപ്പോ ജോയ്സ് കഴിഞ്ഞ വീക്ക് ആ ഗോൾഡൻ ചെയർ നേടിയെടുത്തു. ഇന്ന് 2 പേരാണ് ഗോൾഡൻ ബസർ നേടിയിട്ടുള്ളത്. അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ റിസൾട്ടിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ 2 പേരാണ് ഇന്ന് ഗോൾഡൻ ബസർ നേടിയിട്ടുള്ളത്, നിഖില ഒപ്പം ശ്രുതി.
അപ്പോ രണ്ടുപേരുടെയും തകർപ്പൻ പെർഫോമൻസുകൾക്കാണ് ഗോൾഡൻ ബെസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളിൽ ആരാണ് ഈ വീക്ക് ഗോൾഡൻ ചൈൽഡ് നേടിയെടുക്കുന്നത് അറിയാൻ ഇനി 10 സെക്കൻഡ്സ് മാത്രം. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിയാലോ? തുടങ്ങാം. മതിച്ചേട്ടാ, കൗണ്ട് ഡൗൺ തുടങ്ങാം. 10 9 8 7 6 5 4 3 2 1 ശ്രുതി ബാബു. അപ്പൊ ജോയ്സ് ആ ഗോൾഡൻ ചെയറിൽ നിന്ന് പയ്യെ എഴുന്നേറ്റോളൂ. അപ്പൊ ശ്രുതി, മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലില് ഇന്നത്തെ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നത് ശ്രുതിയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ സമൃദ്ധ, ഒരു ചെറിയ ചടങ്ങുണ്ട്. ആ കിരീടം നമ്മുടെ ശ്രുതിയെ ഒന്ന് അണിയിക്കണം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ 13ാം വീക്കിൽ ഗോൾഡൻ ചെയർ നേടിയെടുത്തിരിക്കുന്നു ശ്രുതി എസ് ബാബു. ശ്രുതി, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഫിനാലിലോട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ തുടരുക കേട്ടോ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ 13ാം വീക്കിലെ മത്സരവും എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ജഡ്ജസ്, അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകൾ, പുതിയ മത്സര രീതി അല്ലെ, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കട്ടെ. അപ്പോ സമൃദ്ധ, താങ്ക് യു സോ മച്ച്. നമുക്ക് തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച്. ഞാനും ഇവിടെ എല്ലാവരോടും വലിയ നന്ദി പറയാണ്. കാരണം കുറേ നാളിന് ശേഷം ഇതെനിക്കൊരു എന്താ പറയുക, ഒരു എനർജി ബൂസ്റ്റ് ആയിരുന്നു. കാരണം ഇവിടെ വന്നിരുന്നു, ഒത്തിരി നല്ല പാട്ടുകൾ കേട്ടു, നല്ല നല്ല പെർഫോമൻസസ് കാണാൻ പറ്റി. വെരി വെരി ഹാപ്പി ആൻഡ് താങ്ക് യു ടു ഫ്ലവേഴ്സ്. കുറെ നാളിന് ശേഷം എന്നെ കാണാൻ പറ്റി, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമാണ്. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എൽക്സർ പവർഡ് ബൈ MCR പ്യുവർ കോട്ടൺ ക്ലബ്. ബൈ, ഗുഡ് നൈറ്റ്.